ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ നോക്കണമെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനം കൊണ്ടാണ് നമ്മൾ സെയിലിന് വന്നിട്ടുള്ളത്. 2010 മോഡൽ G4 ഇന്നോവ ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട് നമ്മൾ. KL71 രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വി ഓപ്ഷൻ്റെ സ്റ്റാരിങ് നമ്മളിതിൽ ആഡാക്കിയിട്ടുണ്ട്. 4 ഡോറ് പവർ വിൻഡോ വർക്കിംഗ് ആണ് നിലവിൽ. വലിയൊരു കുഴപ്പമില്ലാത്ത സീറ്റ് കവറും ഈ വാഹനത്തിനുണ്ട്. 7 സീറ്ററാണ് ഈ വാഹനം വരുന്നത്. ഫ്രണ്ടിൽ 2 ബക്കറ്റ് സീറ്റ്, ബാക്കിൽ 2 ബക്കറ്റ് സീറ്റും വരുന്നുണ്ട്. സെൻട്രൽ AC ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്ത് അത്യാവശ്യം വൃത്തി തന്നെയാണ് ഈ വാഹനം വരുന്നത്. ചെറിയൊരു ടച്ച് സ്ക്രീൻ ഈ വാഹനത്തിനുണ്ട്, നിലവിൽ വർക്കിംഗ് ആണ്. അതുപോലെ 1,85,000 കിലോമീറ്ററാണ് ഇതിൽ മീറ്ററിൽ ഈ വാഹനം ഓടിയിട്ടുള്ളത് കാണുന്നത്. ആവശ്യമുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് RC ഓണറെ നേരിട്ട് തന്നെ വിളിച്ചുകൊണ്ട് ഡീൽ ചെയ്യാവുന്നതാണ്. 3 ലക്ഷം റുപ്യാണ് ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് പാർട്ടി. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ചുകൊണ്ട് ഡീൽ ചെയ്യാവുന്നതാണ്. അതിൽ പുതിയ ഇൻഷുറൻസും FCയും ടാക്സും പുതിയതാക്കി അടച്ചു തരാമെന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ ടയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 80% ടയർ ഭാഗമാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത്. അപ്പോളോൻ്റെ 2 ടയർ, അതുപോലെ MRFൻ്റെ 2 ടയറാണ് ഈ വാഹനത്തിന് വരുന്നത് കേട്ടോ. ഈ വാഹനത്തിന് റീപ്ലേസ് വരുന്നത് മെയിൻ ഗ്ലാസ്, അതുപോലെ ഡിക്കി ഗ്ലാസ്, റൈറ്റ് സൈഡിലെ മറുകാട് ഗ്ലാസ്സുമാണ് റീപ്ലേസ് വരുന്നത്. അബ്രോഡ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ വാഹനത്തിന് റീപ്ലേസും വരുന്നില്ല കേട്ടോ. 1.85 ഇതിൽ മീറ്ററിൽ ഓടിയത് കാണുന്നത്. ജെനുവിൻ ആവില്ല. ഇപ്പോൾ നിലവിൽ എൻജിന് പക്ക എൻജിനാണ്. ഓയിൽ ലീക്കോ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇൻ്റർകൂള് എൻജിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ആമറോണിൻ്റെ പുതിയ ബാറ്ററി വാഹനത്തിനുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വാഹനം സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോസ് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കാവുന്നതുണ്ട്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോസും ചാനലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യണേ. കോൺടാക്റ്റ് നമ്പർ താഴത്ത് കൊടുക്കാം.